ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന അഥോസ് സലോമാണ് ഈ പ്രവചനം നടത്തിയത്. ലോകത്ത് പല പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രവചനങ്ങളൊക്കെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുമുണ്ട്. ബൾഗേറിയയിലെ ബാബ വാങ്ക, ഫ്രാൻസിന്റെ പ്രവാചകൻ നോസ്ട്രഡാമസ് എന്നിവർ ലോകപ്രശസ്ത പ്രവാചകന്മാരായിരുന്നു. ഈ രണ്ടുപേരും ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ഇവരുടെ ജീവിതകാലത്ത് ഇവർ നിരവധി പ്രവചനങ്ങളും നടത്തിയിരുന്നുവെന്ന് അവകാശപ്പെടുന്നു. അതിൽ പലതും പിന്നീട് ശരിയാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ ഇക്കൂട്ടത്തിലാണ് പ്രവചനങ്ങൾ നടത്തുന്ന ബ്രസീലിയൻ പ്രവാചകനായ അഥോസ് സലോമിന്റെ പേരും വരുന്നത്. തന്റെ പ്രവചനങ്ങൾ പലതും സത്യമാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുണ്ടെന്നും അഥോസ് സലോം പറയുന്നുണ്ട്. 37കാരനായ ബ്രസീലിയൻ പ്രവാചകൻ അഥോസ് സലോം ലിവിംഗ് നോസ്ട്രഡാമസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ്. കൊറോണ വൈറസ്, റഷ്യ ഉക്രൈൻ യുദ്ധം, എലിസബത്ത് രാജ്ഞിയുടെ മരണം എന്നിവ അഥോസ് സലോം പ്രവചിച്ചിട്ടുണ്ട്. പ്രവചനങ്ങൾ സത്യമാകുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് അഥോസിനെ ആളുകൾ 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത പ്രവാചകനായ നോസ്ട്രഡാമസുമായി താരതമ്യപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ തന്റെ പുതിയ അവകാശവാദവുമായി ലോകത്തെമ്പാടുമുള്ളവരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അഥോസ് സലോം. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ഇനി എത്ര സമയം എടുക്കുമെന്നാണ് അഥോസ് സലോം പ്രവചിച്ചത്. ഇതോടൊപ്പം 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നും അഥോസ് പ്രവചിച്ചിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള ചർച്ചകൾ അടുത്തിടെ ഒരുപാട് നടക്കുന്നത് കൊണ്ട് തന്നെ അഥോസ് സലോമിന്റെ ഈ പ്രവചനം ആളുകൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. അടുത്ത 4 വർഷത്തിനുള്ളിൽ അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുമെന്നാണ് അഥോസ് സലോം അവകാശപ്പെടുന്നത്. അതായത് 2028ഓടെ അന്യഗ്രഹ ജീവികളെ കാണാനും അവരോടൊപ്പം ജീവിക്കാനും മനുഷ്യർ തയ്യാറായിരിക്കണമെന്നാണ് അഥോസ് സലോം പറയുന്നത്. ഒരു വെബ്സൈറ്റുമായുള്ള സംഭാഷണത്തിൽ 3-ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തെക്കുറിച്ചും അഥോസ് സലോം സൂചന നൽകുന്നുണ്ട്. 2028ഓടെ അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാകുമെന്നും മനുഷ്യൻ അതിനായി തയ്യാറാകണമെന്നും അദ്ദേഹം പറയുന്നു. വരും വർഷങ്ങളിൽ ജീവിതത്തെയും മനുഷ്യ നാഗരികതയെയും പറ്റിയുള്ള നമ്മുടെ ധാരണകൾ പുനഃക്രമീകരിക്കപ്പെടുമെന്നും സലോം പറയുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും ശ്രമങ്ങളിലൂടെ അഭൂതപൂർവമായ കണ്ടെത്തൽ വെളിപ്പെടുമെന്നും ഇദ്ദേഹം പറയുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അന്യഗ്രഹ ജീവന്റെ സാന്നിധ്യമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. യൂറോപ്പയുടെ സമുദ്രങ്ങളുടെ ആഴത്തിലും വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിലൊന്നിലും ഈ സുപ്രധാന രഹസ്യം വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ജൈവ സങ്കീർണത കാണിക്കുന്ന സൂക്ഷ്മാണുക്കളെ ഗവേഷകർ കണ്ടെത്തും. ഈ ജീവരൂപങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതായിരിക്കും. ഒരു കൊറോണൽ മാസ് ഇജക്ഷൻ അതിവേഗം ഭൂമിയെ സമീപിക്കുന്നതായും അഥോസ് സലോം പറയുന്നു. സാധാരണ ഭാഷയിൽ ഇതിനെ സോളാർ സ്റ്റോം അഥവാ സൗര കൊടുങ്കാറ്റെന്നാണ് വിളിക്കുന്നത്. ഇത് ഭൂമിയിൽ പലയിടത്തും സാധാരണമാണെങ്കിലും കാര്യമായ സ്വാധീനം ചെലുത്താറില്ല. എന്നാൽ 2024 ഒരു സൗര കൊടുങ്കാറ്റ് വലിയ സ്വാധീനം ചെലുത്തുമെന്നും 2024 3 ദിവസം ഭൂമിയിൽ ഇരുട്ടായിരിക്കുമെന്നും അഥോസ് സലോം പറയുന്നു. അതിന്റെ ആഘാതം എന്തായിരിക്കുമെന്നും ഭൂമിയിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാകില്ല. 2025 ബഹിരാകാശത്തു നിന്നുള്ള ഒരു ഉൽക്കാശില ഭൂമിയിൽ പതിച്ചേക്കുമെന്നും അഥോസ് സലോം അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും അതിന്റെ വേഗത വളരെ കുറവായിരിക്കുമെന്നും അതുകൊണ്ട് ഭൂമിക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല എന്നും അടുത്ത വർഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സജീവമാകുമെന്നും യന്ത്രങ്ങൾ മനുഷ്യർക്കെതിരെ മത്സരിക്കുമെന്നും അഥോസ് സലോം പ്രവചിക്കുന്നു. 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അഥോസ് പറയുന്നത് ഇങ്ങനെയാണ്. ലോകം 3-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് വളരെ അകലെയല്ല. ദക്ഷിണ ചൈന കടലിൽ നിന്നായിരിക്കും 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുക. ഇതിൽ ചൈന, റഷ്യ, ഉത്തര കൊറിയ തുടങ്ങിയവരുണ്ടാകും. മറ്റൊരു ചേരിയിൽ അമേരിക്ക, ജപ്പാൻ, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം എന്നിവരുണ്ടാകുമെന്നും അഥോസ് പറയുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഇതുവഴി നഷ്ടപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ യുദ്ധത്തിൽ ഇന്ത്യയും പങ്കെടുക്കേണ്ടി വരുമെന്നും അഥോസ് സലോം പ്രവചിക്കുന്നുണ്ട്. അഥോസിന്റെ പ്രവചനം എന്താകുമെന്ന കാത്തിരിപ്പിലാണിപ്പോൾ ആളുകൾ.